കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നാളെ ജാമ്യത്തിലിറങ്ങും. സുപ്രീം കോടതിയാണ് 7.5 കൊല്ലത്തിന് ശേഷം ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി സുപ്രീം കോടതി ഇന്നലെ വിമർശിച്ചു. അതിനുശേഷമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. വിചാരണ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരാളെ നിരന്തരമായി തടവിലിടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, ഈ പൾസർ അങ്ങനെ പുറത്തിറങ്ങും? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും 7.5 വർഷത്തിന് ശേഷമാണ് നാളെ പൾസർ സുനി ജാമ്യത്തിലിറങ്ങുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യത്തിന്റെ ഓർഡർ അത് നാളെ ജയിലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നാളെ ഉച്ചയോടുകൂടി പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 7.5 വർഷത്തിനിടെ ജയിലിൽ കഴിഞ്ഞ 7.5 വർഷത്തിനിടെ 10 തവണയാണ് ജാമ്യ ഹർജിയുമായി പൾസർ സുനി കോടതിയെ സമീപിച്ചത്. അതിൽ 3 തവണ സുപ്രീം കോടതിയിലും പോയിരുന്നു. ഈ കഴിഞ്ഞ ജൂണിൽ മാത്രം നിരവധി തവണ ഈ ജാമ്യ ഹർജി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരന്തരം ജാമ്യത്തിനെ അപേക്ഷിച്ചതിനെ തുടർന്ന് 25,000 രൂപ കോടതി പിഴയും വിധിച്ചതാണ് പൾസർ സുനിക്ക്. അതിനുശേഷം ആണ് പിന്നീട് ഈ പൾസർ സുനിക്ക് ഇതിന് പിന്നിൽ ചില ആളുകളുണ്ട് സഹായിക്കാൻ എന്നടക്കമുള്ള വിമർശനങ്ങൾ വന്ന് കോടതി നടത്തിയതാണ്. അതിനെതിരെയാണ് പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ജാമ്യം നേടിയിരിക്കുന്നത്. ഇന്നലെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ വിചാരണ കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിചാരണ അടുത്തെങ്ങും തീരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമൊക്കെ ഇന്നലെ സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും പൾസർ സുനിയുടെ ജാമ്യം ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സംശയമില്ല. കാരണം നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വാദികളുടെ അതായത് പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരം കൂടി നടക്കാനിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി വിസ്താരം കൂടിയാണ്. അത് പൂർത്തിയാക്കി അന്തിമവാദം കേട്ട് വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും നാളെ പൾസർ സുനി പുറത്തിറങ്ങുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.